മക്കളെ, സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ എത്താൻ പറ്റുന്ന കാലഘട്ടമാണ്. നിങ്ങൾക്ക് പാടാൻ സ്വപ്നമുണ്ടോ, പാടാൻ കഴിവുണ്ടോ, നിങ്ങൾക്ക് പ്ലേ ബാക്ക് സിംഗറിലേക്കൊന്നും എത്താൻ വളരെ എളുപ്പമാണ്. പണ്ട് ഒരു പ്ലേ ബാക്ക് സിംഗർ എത്താനായിട്ട് ഒരുപാട് കടമ്പകളുണ്ട്. ഇന്ന് നിങ്ങൾക്ക് മ്യൂസിക് ഇവൻറ്റുകൾ ധാരാളമുണ്ട് അല്ലേ, മ്യൂസിക് ബാൻഡുകളുണ്ട്, ടെലിവിഷനിലെ റിയാലിറ്റി ഷോകളുണ്ട്, ഒരുപാട് എൻട്രികൾ കിട്ടാൻ പറ്റും. ഇപ്പം നമ്മൾ തുടരും സിനിമയിൽ പാട്ട് പാടിയൊരു പയ്യനുണ്ട് അല്ലേ, ടൈറ്റിൽ സോങ് പാടിയിട്ടുണ്ട്. ഈ ടൈറ്റിൽ സോങ് ആർക്ക് വേണ്ടിയിട്ട് പാടി? ട്രാക്ക് പാടിയിരുന്ന ട്രാക്ക് പാടുക അറിയോ? ട്രാക്ക് പാടുക എന്താണെന്നറിയോ? ട്രാക്ക് പാടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യേശുദാസ് നല്ല തിരക്കുള്ള ഒരാളാണ്. മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ആദ്യം മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ മ്യൂസിക് ഇടും. മ്യൂസിക്കിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പാടുക. അപ്പോൾ യേശുദാസ് വന്നിട്ട് ഈ മ്യൂസിക് ഡയറക്ടറെ മുമ്പിൽ ഇരുന്നിട്ട് ഈ ട്യൂണിനനുസരിച്ച് പാടി പഠിക്കാൻ പറ്റുമോ? യേശുദാസ് തിരക്കുള്ള ആളാണല്ലേ. അപ്പോൾ യേശുദാസ്, ഹരിഹരൻ അങ്ങനത്തെ ആൾക്കാരെ എന്താ ചെയ്യുക, അവർക്ക് വരുമ്പോൾ ഏതെങ്കിലും ആൾക്കാരെ കൊണ്ട് ട്രാക്ക് പാടിപ്പിക്കും. ഓക്കെ, മ്യൂസിക് ഡയറക്ടറെ മുന്നിലിരുത്തി അവരാണ് ആ ട്യൂണിനനുസരിച്ച് പാടി 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 ചിട്ടപ്പെടുത്തിയിട്ട് അവരാദ്യം പാട്ട് പാടും. എന്നിട്ട് ഈ പാട്ടാണ് യേശുദാസൊക്കെ ആണെങ്കിൽ ഹരിഹരാണെങ്കിൽ ഈ പാട്ട് അയച്ചു കൊടുക്കും. അവർ ആ പാട്ട് കേട്ടിട്ട് അവർ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാട്ട് പാടും. ഇപ്പോൾ അതിന് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവരവിടെ യേശുദാസ് എവിടെ അമേരിക്കയിലാണെങ്കിൽ അവിടെ പാടിയിട്ട് ഇവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇപ്പോഴത്തെ സിസ്റ്റം. ട്രാക്ക് പാടുക എന്ന് പറയും. ജെയ്ക്ക് ബിജോയ് ആണ് ഈ ഗോകുലിനെ കൊണ്ടുവരുന്നത്. എന്താ ജെയ്ക്ക് ബിജോയ് കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ, ചാസിംഗ സീസൺ കഴിഞ്ഞ സീസണിൽ ജെയ്ക്ക് ബിജോയ് അവിടെ ഗസ്റ്റായിട്ട് പോയപ്പോൾ ഈ ഗോകുലിൻ്റെ പാട്ട് കണ്ടു. ഗോകുലിന് ഇഷ്ടപ്പെട്ടു. ഗോകുലിനെ വിളിച്ചു. ഗോകുലിനോട് പറഞ്ഞു, ഞാൻ ട്രാക്ക് പാടാൻ അവസരം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗോകുൽ വന്നിട്ട് ഹരിഹരന് വേണ്ടി ട്രാക്ക് പാടി. ട്രാക്ക് പാടി നോക്കുമ്പോൾ ഗംഭീരമായിട്ട് പാടിയിരിക്കണം. കൺഫ്യൂഷനായി. ഹരിഹരനോട് വരാൻ പറയുകയും ചെയ്തു. ഹരിഹരനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇത്ര മനോഹരമായിട്ട് പാടിയ ഗോകുലിനെ ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ആ സംവിധായകൻ തരുൺ മൂർത്തി, അവിടെയാണ് അയാളെ നമ്മൾ ബഹുമാനിക്കേണ്ടത്. അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? രണ്ടുപേരെയും കൂടി ഡ്യുവറ്റ് ആയിട്ടുണ്ട് കാട്ടി. സിനിമയിൽ ഗോകുലിൻ്റെ പാട്ട് മാത്രമല്ല, ആൽബം റിലീസ് ചെയ്യുമ്പോൾ രണ്ടുപേരെയും കൂടി ഡ്യുവറ്റ് ആയിട്ട് കാണിച്ചു. സിനിമയിൽ ഗോകുലിൻ്റെ പാട്ട് മാത്രം ഉൾക്കൊള്ളിച്ചു. പടം സിനിമ ഹിറ്റായി, പാട്ടും ഹിറ്റായി. റൈറ്റ്. അപ്പം ഞാൻ പറഞ്ഞത്, സ്വപ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുക, തീവ്രമായിട്ട് സ്വപ്നം കാണുക, പരിധികളില്ലാതെ സ്വപ്നം കാണുക, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എത്താം.